നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 2-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 16-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ വളരെ നല്ല ദിവസമാണ് വ്യാഴാഴ്ച. രാവിലെ ഉദയ നക്ഷത്രവും ഉത്രാടമാണ്. ഉത്രാട നക്ഷത്രം തീർന്ന് അത് കഴിഞ്ഞ് തിരുവോണ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. 9 മണിയോടുകൂടി തിരുവോണ നക്ഷത്രം രാവിലെ ആരംഭിക്കും. അപ്പോൾ രാവിലെ ഉദയ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രം ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും പ്രത്യേകതയുള്ളത്, ഇന്ന് വിജയദശമിയാണ്. വിജയദശമി ആണ് വിദ്യാരംഭ ദിവസം. അപ്പോൾ വിദ്യാരംഭം എന്ന് പറയുമ്പോൾ വിദ്യയിൽ ആരും പൂർണ്ണരല്ല. നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് കുട്ടികളെ കൊണ്ടുവന്ന് നാക്കിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിന് മാത്രമാണ് വിദ്യാരംഭം എന്ന്. ഒരിക്കലും അല്ല. എന്ത് വിദ്യയും ആരംഭിക്കാം. എന്ത് വിദ്യയും നമുക്ക് വിദ്യാരംഭത്തിന് ആരംഭിക്കാം. കാരണം പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ശരിക്കും വിദ്യാദേവതയുടെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് എന്ത് വിദ്യ നമ്മൾ കുറിച്ചാലും അത് പഠിത്തം മാത്രമായിട്ട് കാണരുത്. മറ്റെന്തെങ്കിലും തൊഴിൽ പഠിക്കാനായാലും ശരി, അതിനെല്ലാം ദേവിയുടെ കൃപയുണ്ടാവും. ബുദ്ധിയും അറിവും ശക്തിയും നമുക്ക് പ്രദാനം ചെയ്തു തരും. അല്ലാതെ നമുക്കയ്യോ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വിദ്യാരംഭം കുറിക്കുന്നു എന്ന് മാത്രമല്ല. ഏറ്റവും സരസ്വതി ദേവിയുടെ വാസസ്ഥലമായ മൂകാംബികയിലാണ് ഏറ്റവും സവിശേഷത. വിദ്യാരംഭം ഇപ്പോൾ എല്ലാ പേരും കുറിക്കാറുണ്ട്. ശരിക്കും സരസ്വതി ദേവിയുടെ ആദ്യാക്ഷരം കുറിക്കുന്നത് സരസ്വതി മന്ത്രം ജപിച്ച് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ പേരും, അത് ദൈവവിശ്വാസം ഇല്ലാത്തവരും ആദ്യാക്ഷരം കുറിക്കാറുണ്ട്. അതവരവരുടെ വിശ്വാസം. എന്നാലും ശരിക്ക് ആ പ്രപഞ്ചനാഥയായ ശരിക്ക് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് വേണം കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ ഒരു അറിവ് കൊടുക്കാൻ. ആ ദേവിയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ. ആ അറിവ് വളർച്ചയിലേക്ക് വരുള്ളൂ. അത് പുരോഗതി അവർക്ക് അതുകൊണ്ട് നേട്ടം വരുത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും സുപ്രധാനമായ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇന്ന്. അപ്പോൾ രാവിലെ ഏകദേശം 9 മണിയോട് കൂടി ഉത്രാട നക്ഷത്രം അവസാനിക്കുകയാണ്. അതിനകത്ത് വെച്ച് ആദ്യാക്ഷരം കുറിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം മറ്റെന്ത് കാര്യങ്ങൾ, ഒന്ന് വ്യാഴമാണ്, മഹാഗുരുവിൻ്റെ ദിവസവും കൂടി വരികയാണ്. ഇന്ന് ഗാന്ധി ജയന്തിയുമാണ്. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എന്ത് ശുഭകാര്യത്തിനും അനുകൂലപ്രദമാണ്. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കന്നിമാസത്തിലെ ബർത്ത്ഡേ ആയിട്ട്, ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷം. വ്യാഴം എന്ന് പറഞ്ഞ ഗുരുവാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴം ദൃഷ്ടി ചെയ്താൽ തന്നെ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. ഇപ്പോൾ ഗുരുവിൻ്റെ ദിവസം ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ആ ദിവസത്തിന് മൊത്തത്തിൽ പ്രാധാന്യമുണ്ട്. അതിലൊപ്പം തന്നെ എന്ന ദിവസവും വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം, ഊഹ കച്ചവടങ്ങളിലോ
അതുപോലെ റിയൽ എസ്റ്റേറ്റുകളിലോ അതുപോലെ മേഖലകളിലെ ഷെയർ മാർക്കറ്റിലോ ഒക്കെ പ്രവർത്തിച്ച് നിൽക്കുന്നവർക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായിരിക്കും. നിങ്ങൾ അപ്രതീക്ഷിത ധനം വരും, മുടങ്ങിക്കിടക്കുന്ന ധനം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിന് ഒപ്പം തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം ഉച്ചയ്ക്കായതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ബാക്കി സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഇറങ്ങും. എന്നാലും ശുഭയാത്രകൾ ഒക്കെ രാവുകാലത്തിന് ചെയ്യരുത്. ശരിക്കും 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:43 തൊട്ട് രാവുകാലം തുടങ്ങും. അത് 3:12 വരെ രാവുകാല സമയമുള്ളൂ. ഒരു 12-13 വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളിക കാല സമയവും. ഇന്ന് ഗുളികൻ്റെ ബന്ധം വരുന്നത് 9:15 തൊട്ട് 10:44 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6:16 തൊട്ട് 7:46 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ ഇന്നത്തെ നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് 11:50 തൊട്ട് 12:38 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ കുട്ടികളാവട്ടെ എല്ലാവരും നമുക്ക് വസ്ത്രധാരണത്തിൽ മഞ്ഞ വസ്ത്രവും കൂടി മഞ്ഞ കളറും കൂടി ഉൾപ്പെടുത്തുക. ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ എഴുതിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും കസവ് എന്ന് പറഞ്ഞാൽ മഞ്ഞ ഗോൾഡൻ കളറ് അതും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് ഭാഗ്യദായകമായി തീരും. മുതിർന്നവരാവട്ടെ വസ്ത്രത്തിൽ മഞ്ഞ കളറും കൂടി ഉൾപ്പെടുത്തുക. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ശരിക്ക് പരാശക്തിയുടെ ദിവസമാണ്, സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.